കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് നമ്മുടെ സാധനമൊക്കെ ഉണ്ട്. ഷിയാക്കൾ ഫ്രം ഡേ വൺ ഇത് ആരോപിച്ചിട്ടുണ്ട്. അവര് മുസ്ലിം അല്ല എന്നൊന്നും ഇവിടെ ആരും പറയണ്ട. അവര് ഡേ വൺ തൊട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരുടെ സ്കോളേഴ്സ് അത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാമേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ അതിന് പാരലലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അലിയുടെ പക്ഷം എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അലിയുടെ പേരെടുത്തു മാറ്റി, ഇങ്ങനെ പല നറേഷൻസും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. എന്തിനൊക്കെ ഇത് പറയുന്നു? നമ്മുടെ ഇബിന് മസൂദിന്റെ വേർഷനിൽ 111 ചാപ്റ്റർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സുന്നി പക്ഷക്കാരൻ ഈ ഇബിന് മസൂദിനെ ഉത്തുമാന്റെ ആൾക്കാർ തല്ലി എന്നുള്ള നറേഷൻസ് ഉണ്ട്. ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് താങ്കൾ സംസാരിച്ചോ. താങ്കൾക്ക് തന്നെയാണ് അടുത്ത സമയം. അതായത് നമുക്കൊന്ന് ഇങ്ങനെ നോക്കാം. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവം, ആ ദൈവം 4 ഗ്രന്ഥങ്ങള് ഭൂമിയിലേക്ക് അയച്ചു. വരിയായിട്ട് 4 ഗ്രന്ഥങ്ങള് ഭൂമിയിലേക്ക് അയച്ചു. അതിൽ ആദ്യത്തെ ഗ്രന്ഥം തിരുത്തപ്പെട്ടു, രണ്ടാമത്തെ ഗ്രന്ഥം തിരുത്തപ്പെട്ടു, അതായത് സബൂർ. മൂന്നാമത്തെ ഗ്രന്ഥം തിരുത്തപ്പെട്ടു, 4-മത്തെ ഗ്രന്ഥം മാത്രം അയാൾ സംരക്ഷിച്ചു നിർത്തി. ആ ദൈവം, ആ ദൈവത്തിന്റെ എത്ര പെർസെന്റ്, ആ ദൈവത്തിന് എത്ര ശതമാനം സക്സസ് ഉള്ളത്? വെറും 25% മാത്രം സക്സസ് ഉള്ള ഒരു ദൈവമാണ് അള്ളാഹു. കാരണം 4 ബുക്കുകൾ അയച്ചിട്ട് അതിൽ 3 തിരുത്തപ്പെട്ടു, ഒരെണ്ണം മാത്രമാണ് ആ അള്ളാഹുവിന് സംരക്ഷിക്കാൻ പറ്റി. അപ്പൊ ആ അള്ളാഹുവിന് എത്ര ശക്തിയുണ്ട്? ആ 100%-ൽ 25% മാത്രം ശക്തിയുള്ള ഒരു ദൈവമാണ് അള്ളാഹു എന്നാണ് മുസ്ലിംസ് പറയുന്നത്. നമുക്ക് ആ അഭിപ്രായം ഇല്ല. അത് തിങ്കളാഴ്ച മുദ്ര ശ്രദ്ധിക്കണം. ഇത് തിങ്കളാഴ്ചയാണ് 25%. ചൊവ്വാഴ്ച